بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. സൂറത്ത് ഫാത്തിറിലെ 41 മുതൽ 43 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ പുതിയ പാഠമായി പാരായണം ചെയ്യുന്നത്. പേജ് നമ്പർ 439. ഈ ആയത്തുകളിൽ പ്രധാനമായും അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇന്നല്ലാഹ നൂൻ മുഷദ്ദദ, ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. അള്ളാഹ് എന്ന ഇസ്മുൽ ജലാല ഇതിലെ ലാമിനെയും അതിന്റെ ദീർഘാക്ഷരമായ അലിഫിനെയും തഫ്ഖീം ചെയ്ത് തടിപ്പിക്കണം. അല്ലാഹ എന്ന ആ ശബ്ദം. യുംസികു സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. യുംസികു السماوات والأرض ضاد തഫ്ഖീം ചെയ്ത് തടിപ്പിക്കേണ്ട രണ്ടക്ഷരങ്ങളാണ്. അൻ തസൂല സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിച്ച് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം. തസൂല അവിടെ വഖഫ് ചെയ്യുമ്പോൾ ചിലർക്ക് അലിഫിന് അല്പം ദീർഘം കൂടുതൽ വരാറുണ്ട്. സൂക്ഷിക്കണം, അങ്ങനെ വരരുത്. രണ്ട് ഹറക്കത്തിന്റെ അളവിൽ തബീയ ദീർഘം മാത്രമാണ്. തസൂല അത്ര മാത്രം. വലഇൻ സാലത വീണ്ടും സാക്കിന നൂൻ സായിന് മുമ്പിൽ ഇഖ്ഫ ചെയ്ത് മറച്ച് മണിച്ചോതേണ്ടതാണ്. വലഇൻ സാലത ഇൻ അംസകഹുമാ സാലത എന്ന ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇൻ അംസക ഇൻ സാക്കിന നൂൻ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കണം. അംസകഹുമ സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. മിൻ അഹദിൻ വീണ്ടും സാക്കിന നൂൻ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കുക. മിൻ അഹദിൻ മിൻ ബഅദി അഹദിൻ എന്ന തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. മിൻ ബഅദി സാക്കിന നൂൻ ഇഖ്ലാബ് ചെയ്ത് സാക്കിന മീമിന്റെ ശബ്ദം നൽകി മാറ്റി മണിച്ചുകൊണ്ട് ഓതുകയും വേണം. ബഅദിഹി എന്ന ളമീറുൽ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ നൽകി ബഅദി എന്നാണ് വഖഫ് ചെയ്യുക. ചേർത്ത് ഓതുകയാണെങ്കിൽ മാത്രം അവിടെ മദ്ദുസ്സില അൽ കുബ്ര വരുന്നതാണ്. മദ് മുൻഫസിലിന്റെ വിധി നൽകപ്പെടുന്ന 4-5 ഹറക്കത്തിന്റെ അളവിൽ അതിന്റെ യാഇനെ ദീർഘിപ്പിക്കൽ അനുവദനീയമായ ദീർഘം. മിൻ ബഅദിഹി ഇന്നഹു കാൻ ഇന്നഹു നൂൻ മുഷദ്ദദ ശബ്ദ നൽകപ്പെട്ട നൂനിനെ 2 ഹറക്കത്തിന്റെ അളവിൽ മണിക്കുക. കാന ഹലീമൻ ഗഫൂറാ കാന ഹലീമൻ ഹലീമൻ തൻവീനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. ഗഫൂറ ഗൈന് റാഇന്റെ അലിഫ് ഇവയ്ക്കൊക്കെയും തഫ്ഖീം നൽകണം, തടിപ്പിച്ച് ഉച്ചരിക്കണം. وأقسموا بالله جهد أيمانهم أقسموا ഖാഫിന് സുക്കൂനാണ്. ഖൽഖല സുഗ്റ നൽകണം, അതോടൊപ്പം തഫ്ഖീം ചെയ്യേണ്ട അക്ഷരവുമാണ്. അപ്പോൾ وأقسموا بالله جهد أيمانهم ഹാകൾ തുടരെയായി വരുന്നു. ബില്ലാഹി ജഹ്ദ ഐമാനിഹിം ഈ ഹാനൊക്കെ വ്യക്തമായി അതിന്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. ഐമാനിഹിം എന്നതിലെ സാക്കിന മീം ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ഐമാനിഹിം ലഇൻ ജാഅഹും നദീറുൻ ലയകൂനുൻ ജാഅഹും ഈ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും 4-5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കണം.
പദത്തിന്റെ അന്ത്യത്തിൽ വരുന്ന സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ജാഅഹും നദീറുൻ ലയകൂനുൻ. നദീറുൻ തൻവീനിനെ ഇദ്ഗാം ബിഗൈരി ഗുന്ന നൽകി മണിക്കാതെ പൂർണ്ണമായും ലാമിൽ ലയിപ്പിച്ചുച്ചരിക്കണം. ലയകൂനുന്ന നൂൻ മുഷദ്ദദ, ഷദ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. അഹ്ദാ മിൻ ഇഹ്ദൽ ഉമം. ഇവിടെ രണ്ട് പദങ്ങൾ, ഒന്ന് ഹാ ഒന്ന് ഹാ. അഹ്ദാ ഇഹ്ദാ, അഹ്ദാ ഇഹ്ദാ. ഹാ ഹാ, ഹൽക്കിന്റെ രണ്ടക്ഷരങ്ങൾ ശരിയായ വിധത്തിൽ ഉച്ചരിക്കുക എന്നതാണ്. അഹ്ദാ മിൻ ഇഹ്ദാ, മിൻ സാക്കിന നൂൻ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കുക. മിൻ ഇഹ്ദൽ ഉമം. ഇവിടെ ഇഹ്ദ എന്ന അലിഫ് ഇൽത്തിഖാഉ സാക്കിനൈന് വേണ്ടി ഒഴിവാക്കപ്പെട്ടതാണ്, ശ്രദ്ധിച്ചോതുക. ഫലമ്മ മീം മുഷദ്ദദ മണിക്കുക. ജാഅഹും മദ് മുത്തസിൽ വാജിബ് വീണ്ടും 4-5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ നിർബന്ധമായും ദീർഘിപ്പിക്കണം. നദീറും മാ സാദഹും. നദീറുൻ റാ നേരത്തെ വന്ന അതേ പദം തന്നെ തഫ്ഖീം ചെയ്ത് റാഇനെ ഉച്ചരിക്കുക. റാഇന്റെ തൻവീനിനെ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഗുന്ന കാമിൽ. നദീറും മാ സാദഹും ഇല്ലാ നുഫൂറാ. സാക്കിന മീം ഇൽഹാർ ഷഫവിയാണ്. മാ സാദഹും ഇല്ല. നുഫൂറാ, റാഇനും അലിഫിനും തഫ്ഖീം കൊടുക്കുക. ഇസ്തിക്ബാറൻ ഫിൽ അർദ്. അവിടെ ചേർത്ത് ഓതുകയാണെങ്കിൽ നുഫൂറൻ ഇസ്തിക്ബാറാ, നുഫൂറൻ ഇസ്തിക്ബാറൻ എന്ന് കസ്റുള്ള നൂൻ ഉച്ചരിക്കണം. ഇൽതിഖാഉ സാക്കിനൈൻ ആണ് അതുകൊണ്ട്. അതിനാൽ മുറിച്ചോതുമ്പോൾ ഹംസക്ക് കസ്റാണ് കൊടുക്കേണ്ടത്. കാരണം മൂന്നാം അത് ഇസ്തിക്ബാർ എന്ന് ഇസ്മിൽ വന്നിട്ടുള്ള ഹംസത്തുൽ വസ്ലാണ്, അതിന് കസ്റ് കൊടുക്കുകയാണ് വേണ്ടത്. ഇസ്തിക്ബാറൻ ഫിൽ അർദ്. ഇസ്തിക്ബാറൻ തൻവീനിനെ പൂർണ്ണമായി ശ്രദ്ധിച്ച് അതോടെ അവ്യക്തമാക്കി ഇഖ്ഫാ ചെയ്ത് ഉച്ചരിക്കേണ്ടതാണ്. ഇഖ്ഫാ ഹഖീഖി, അവ്യക്തമാക്കി മണിക്കണം. ഇസ്തിക്ബാറൻ ഫിൽ അർദി. റാഇന് തഫ്ഖീം, ضادന് കസ്റാണ് കുറഞ്ഞ തഫ്ഖീം. വമക്റ സയ്യി, വമക്റ സയ്യി. സയ്യി എന്നുള്ള ഹംസ ശബ്ദചലനം കൂടുതൽ വരാതെ ഷിദ്ദത്തോടുകൂടി ഹംസയിൽ വഖഫ് ചെയ്യാം. വമക്റ സയ്യി, വമക്റ. ഈ പദം പ്രത്യേകം ശ്രദ്ധിക്കുക. മീമ് കാഫ് എല്ലാം തർക്കീഖിന്റെ അക്ഷരങ്ങളാണ്. എന്നാൽ റാഇന് തഫ്ഖീമാണ്, ശേഷം സീന് തർക്കീഖാണ്. വമക്റ സ, വമക്റ സയ്യി. വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ വമക്റ സയ്യി വലാ യഹീഖു എന്ന് ചേർത്തോടുക. വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബിഅഹ്ലി. സയ്യിഉ ഇല്ല, സയ്യിഉ ഇല്ല, രണ്ട് ഹംസയും വ്യക്തമായി ഉച്ചരിക്കുക. വലാ യഹീഖു ഹാ ഖാഫ്, ഇതൊക്കെ കൃത്യമായി അതിന്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. ഖാഫിന് തഫ്ഖീം നിസ്ബി ഉണ്ട്. അൽ മക്റു എന്ന് പറയുമ്പോൾ റാഇനും തഫ്ഖീമാണ്. ഇല്ലാ ബിഅഹ്ലി, ബിഅഹ്ലി ഇഖ്വാ അക്ഷരമാണ് ഹാ അയവോടുകൂടി. ബിഅഹ്ലി എന്ന് വ്യക്തമായി ഉച്ചരിക്കുക. ഫഹൽ യൻദുറൂന. അവിടെ സാക്കിന നൂനിനെ മണിക്കണം. ഇഖ്ഫാ ഹഖീഖി, മണിക്കലിലും തഫ്ഖീം വേണം. ശേഷം വാ ആണ് എന്ന കാരണത്താൽ വാ ഇസ്തിഅലാഇന്റെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഫഹൽ യൻദുറൂന, വാ റാ രണ്ടക്ഷരങ്ങൾക്കും തഫ്ഖീം ശ്രദ്ധിക്കുക.
إلا سنة الأولين. നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. താ മഫ്തൂഹാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരാൾ അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സുന്നത്ത് എന്ന് താഇമേലാണ് വഖഫ് ചെയ്യേണ്ടത്, ഹാഇമേലല്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഫഹൽ യൻദുറൂന ഇല്ലാ സുന്നത്ത് എന്ന് താ ആക്കിയിട്ടാണ് നിർത്തുക. സുന്ന എന്ന് ഹാ തനീസ് കൊടുക്കുകയില്ല എന്നർത്ഥം. കാരണം എഴുതപ്പെട്ടിട്ടുള്ളത് താ മഫ്തൂഹ ആയിക്കൊണ്ടാണ്. സുന്നത്തൽ അവ്വലീൻ. അൽ അവ്വലീൻ ഹംസ, അത് പോലെ വാവ്, ഇതൊക്കെ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കേണ്ടതാണ്. ഫലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അവിടെയൊക്കെ സുന്നത്തുകൾ താ മഫ്തൂഹയാണ് എന്നത് ശ്രദ്ധിക്കുക. നൂൻ മുഷദ്ദദ മണിക്കണം. ഫലൻ തജിദ സാക്കിന നൂൻ ഇഖ്ഫാ ഹഖീഖി മറച്ച് മണിച്ചോതുക. തബ്ദീല ബാഇന് ഖൽഖല സുഗ്റ നൽകുക. വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ തബ്ദീല വലൻ എന്ന് ഇദ്ഗാം ബിഗുന്ന ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, ലയിപ്പിക്കുക. തബ്ദീല വലൻ തജിദ, അവിടെയും സാക്കിന നൂൻ ഇഖ്ഫാ ഹഖീഖി മറച്ച് മണിച്ചോതുക. ലിസുന്നത്തില്ലാഹി തഹ്വീല. നൂൻ മുഷദ്ദദ മണിക്കുക. തഹ്വീല, ഹാഇന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. വഖഫ് ചെയ്യുമ്പോൾ അലിഫിന് 2 ഖദറിൽ കൂടുതൽ ദീർഘം വരരുത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 2 ഹറക്കത്തിന്റെ അളവിൽ മാത്രമാണ് ദീർഘിപ്പിക്കേണ്ടത് എന്നർത്ഥം. മദ്ദഇവാദ് തബീഇയാണ്. തഹ്വീല അത്ര മതി. തഹ്വീല എന്ന് കൂടുതൽ നീട്ടിപ്പോവരുത്. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. إن الله يمسك السماوات والأرض أن تزولا ولئن زالتا إن أمسكهما من أحد من بعده إنه كان حليما غفورا. وأقسموا بالله جهد أيمانهم لئن جاءهم نذير ليكونن أهدى من إحدى الأمم فلما جاءهم نذير ما زادهم إلا نفورا استكبارا في الأرض ومكر السيء ولا يحيق المكر السيء إلا بأهله فهل ينظرون إلا سنة الأولين فلن تجد لسنة الله تبديلا ولن تجد لسنة الله تحويلا.